ഈ ശാരികയുടെ ഇന്റർവ്യൂവിലാണ് അനുമോളുടെ പ്ലാച്ചിയിൽ കൂടോത്രമുണ്ട്. ആ കൂടോത്രമുള്ള പ്ലാച്ചി കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത്. ചേച്ചീനെ ലെസ്ബിയൻ ആക്കി മുദ്ര കുത്താൻ ശ്രമം നടത്തിയ ബിഗ് ബോസ് സീസൺ 7 എന്ന റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 ആഴ്ച കഴിയുന്നു. ഇപ്പോഴും ഈ സീസണുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇപ്പോഴും ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ടേ. അനുമോള് കപ്പും കൊണ്ട് ആര്യനാട്ട് പോയി. എന്നിട്ടും അനുമോളെ കുറ്റം പറയാനായിട്ട് പല ഇന്റർവ്യൂകളിലും ചില ആളുകൾ കയറിയിരുന്ന് ഘോര പ്രസംഗിക്കുന്നത് കണ്ടു. എനിക്ക് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഒരാളുടെ വീഡിയോ, ആ ആള് പല ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അളിയെ ഇതൊന്ന് കണ്ടു നോക്കളിയാ, എന്നെ അളിയെ ഇവർ പറയുന്നത്, ഇവർക്കും എല്ലാം മറ്റേ പ്രാന്തുണ്ടോ, മാനസിക നില വല്ലതും തെറ്റിയതാണോ ഇവർക്ക് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ ചേച്ചിയുടെ ഇന്റർവ്യൂ കുറച്ചായിട്ട് കാണുന്നില്ല കേട്ടോ. അവർ ഏതൊരു ചാനലിൽ പോയിരുന്ന് ഇന്റർവ്യൂ കൊടുത്താലും കാണാൻ താല്പര്യമില്ല, ഒരു രീതിയിലും താല്പര്യമില്ല, ഉള്ളത് പറയാലോ. ഇപ്പം ഇവരുടെ ഈ അയച്ചു തന്നിരിക്കുന്ന ക്ലിപ്പുകൾ, ആ ക്ലിപ്പുകൾ വെച്ചിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ അവരുടെ ആ ഒരു കംപ്ലീറ്റ് ഇന്റർവ്യൂ കണ്ടിട്ടില്ല, കാണാൻ താല്പര്യമില്ല. പിന്നെ മൊത്തം കണ്ടിട്ട് പറയടാ, സംസാരിക്കടാ എന്നൊക്കെ വേണമെങ്കിൽ ആ ചേച്ചിക്ക് പറയാം. താല്പര്യമില്ല ചേച്ചി, നിങ്ങളുടെ മൊത്തത്തിൽ ഇരുന്ന് കാണാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. 1 മിനിറ്റിലാണെങ്കിലും നിങ്ങൾ പറയുന്ന വിവരക്കേട് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ 1 മിനിറ്റ് പറയുന്ന കാര്യം നിങ്ങൾ അപ്പുറേ പോയിരുന്ന് സെയിം ആ 1 മിനിറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ വേറെ രീതിയിലാണ് പറയുന്നത്. ഒരിടത്ത് നിങ്ങൾ മറ്റേ അനുമോളെ സപ്പോർട്ട് ചെയ്യും, അനുമോള് ചുന്ദരിയാണ്, പൂമ്പാറ്റയാണ്, എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നവളാണ്. തൊട്ടപ്പുറേ പോയിരുന്നിട്ട് പറയും, അയ്യേ അവൾ എന്തോ കാണിച്ചോണ്ടിരുന്നേ, അയ്യേ ശോകം, അവക്കെതിരെ ഞാൻ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവക്കെന്നെ പേടിയായിരുന്നു. ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ വേറിടത്ത് പോയിരുന്ന് പറയുന്നതും കേൾക്കാം. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ആ ഇന്റർവ്യൂ കണ്ടിട്ട് മറ്റേ വീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി. ആ പറയുന്നതിനകത്തുനിന്ന് 1 മിനിറ്റിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നതെന്ന്. നിങ്ങൾക്കൊരു സ്വബോധം ഇല്ലാന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. പിന്നെ ശാരിക ചേച്ചിയെ പറ്റി പറയാം കേട്ടോ. ശാരിക ചേച്ചി ഒരുപാട് കാര്യങ്ങൾ, ദ സ്പീച്ച് മേക്കർ ബൈ ശാരികയോ അങ്ങനെ കണ്ടല്ലേ, KBയോ അങ്ങനെ കണ്ടൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മുന്നോട്ട് പോട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കൂടുതലൊന്നും ചേച്ചിയെ പറ്റി എനിക്ക് പറയാനില്ല. ഞാൻ നേരിട്ടാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള, ഇപ്പോഴല്ല 1 വർഷത്തിന് മുമ്പാണ് ഞാൻ വിമർശിച്ചിട്ടുണ്ട് ചേച്ചി നിങ്ങളെ നന്നായിട്ട്, ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ നിങ്ങളെപ്പറ്റി നല്ലതൊന്നും പറയാനില്ല. നിങ്ങൾ കാണിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പോയി ആ ഒരു ഗെയിം ഷോയിൽ കാണിച്ചതിനകത്ത് പോലും നല്ലതൊന്നും പറയാനില്ലടേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. ഒന്നും കണ്ടിട്ടില്ല. ശാരികയിലേക്ക് വരാം. അതിനു മുമ്പ് അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊന്ന് കേട്ടോ, ശാരികയായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. കൂടോത്രമുള്ള പ്ലാച്ചി കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാനാണ് ചെയ്യേണ്ടത്. കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കാം. അങ്ങനെ കൂടോത്രം കരഞ്ഞു കിട്ടിയ കപ്പ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാം, എനിക്ക് അങ്ങനെ കരഞ്ഞ് വെറുതെ ഒരാളിൽ നിന്ന് കരയത്തില്ലല്ലോ, എന്തെങ്കിലും റീസൺ വേണ്ടേ. പ്ലാച്ചി ഒരു കൂടോത്രം ഒരാളാണ്, അപ്പൊ ഒരു വെറുതെ ചുമ്മാ കരയുന്നത് അനു പ്ലാച്ചി ഒരു കൂടോത്രമാണെന്ന് പറയുന്നുണ്ട്. അത് അതിനെന്താണ് പ്രതികരിക്കാനുള്ളത്? നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കാം. അങ്ങനെ കൂടോത്രം പലരും അതിനെക്കുറിച്ച് ഇന്റർവ്യൂ പറഞ്ഞോട്ടെ. കൂടോത്രം പ്രത്യേകിച്ച് ഈ ശാരികയുടെ ഇന്റർവ്യൂവിലാണ് അനുമോളുടെ പ്ലാച്ചിയിൽ കൂടോത്രമുണ്ട്. ആ കൂടോത്രമുള്ള പ്ലാച്ചി കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാനാണ് ചെയ്യേണ്ടത്. സമ്മതിച്ചു കൊടുക്കുക, അപ്പൊ തീർന്നില്ലേ പ്രശ്നം. വേറെ ആര് ഒരു തെറ്റ് കാണിച്ചാലും നമുക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പോകാൻ പറ്റും. ഈ സാറിക എന്ന് പറയുന്ന ചേച്ചിയുടെ തെറ്റ് എത്രയൊക്കെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ അവരുടെ ചൂണ്ടിക്കാണിച്ചാൽ, എടുത്തെടുത്തെടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അവർ പറയും, അയ്യോ നിന്റെ കണ്ണിലെ കുരുവിന്റെ പ്രശ്നമാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ദ ലേഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവരെ പോലുള്ള ആളുകളുടെ അടുക്കൽ അനുമോള് ഇപ്പൊ പറഞ്ഞ ഈ നയമാണ് നല്ലത്. അതായത് മൈൻഡ് ചെയ്യാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ പറയട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോട്ടെ, ആ ഒരു ലാഘവത്തിൽ വിടുക. ശാരികയുടെ കേസ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ലൈക്ക് അവരിപ്പോഴും, ഞാൻ കുറച്ച് ക്ലിപ്പുകൾ അവരുടെ കാണിച്ചു തരാം. ഈ പറഞ്ഞ മറ്റേ നമ്മുടെ പ്ലാച്ചിയുടെ കൂടോത്ര കേസ് എനിക്കറിയാൻ പാടില്ല, അത് കൂടോത്രമാണോ അല്ലയോ എന്നൊക്കെ. പിന്നെ കൂടോത്രം ഉണ്ടോ ഇല്ലയോ അതിനെപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ദൈവം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടികളൊക്കെ കാണൂടെ. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. സോ അതൊന്നും ഇല്ല, ഉണ്ട്, അതിനോടൊന്നും സംസാരിക്കാൻ ഞാനില്ല. പക്ഷെ ഈ സാരിക
നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു 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 ഇച്ചിരി പ്രായമുള്ളതാണോ ഒരു ചേട്ടനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട്, മറ്റേ പുള്ളി കൂടോത്രക്കാരനാണെന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. എന്താണെങ്കിലും പുള്ളിയെ കൊണ്ടിരുത്തിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ കൂടോത്രം, അങ്ങനെ പ്ലാച്ചിയുടെ അകത്ത് കൂടോത്രം ഉണ്ടോ, പ്ലാച്ചി കൂടോത്ര പ്രതിഭയല്ലേ, എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് തീരുന്നതിനൊക്കെ മാസങ്ങൾക്ക് മുമ്പ്. ചേച്ചി പിന്നെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് പരിപാടി വേണമല്ലോ. അപ്പോൾ പിന്നെ ചേച്ചിയുടെ ഒരു ഗവേഷണം മൊത്തം ഇതായിരുന്നു, പ്ലാച്ചി കൂടോത്രമാണോ, ഏതോ ഒരു ചേട്ടനെ പിടിച്ചിരുത്തിയിട്ട് അങ്ങനെ ഒരു വലിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, 10-34 മിനിറ്റുള്ള 2-2.5 ലക്ഷം ആൾക്കാരൊക്കെ കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെങ്കിലും കൂടോത്രം അതാണ് ചേച്ചി അതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ അനുമോൾ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് മൈൻഡ് ചെയ്യാതെ വിടുക. ശാരികയുടെ കേസിൽ പ്രത്യേകിച്ച് ഞാനത് എടുത്തു പറയും. ശാരിക ഒരിക്കലും തെറ്റ് മനസ്സിലാക്കുന്ന ഒരാളല്ല, മനസ്സിലായില്ലേ? മനുഷ്യനാണെങ്കിൽ അവന് തെറ്റുണ്ടാവും, അല്ലാതെ ശരി മാത്രം എല്ലാം അങ്ങ് ശരിയായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ സാറികയൊക്കെ വെച്ച് നോക്കുമ്പോൾ സാറിക പറയുന്നതും സാറിക ചെയ്യുന്നതും ഒക്കെയാണ് നിലപാടിൻ്റെ രാജകുമാരിയാണ് സാറിക. അവരുടെ നിലപാട് മാത്രമാണ് ശരി. എന്തോ എന്താണെങ്കിലും ഈ ഒരുപാട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ലെഡി ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂകളും കയറി ഇരുന്ന് പറയുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടിരിക്കണം. എന്തായാലും ഇന്റർവ്യൂ ഒന്നും നിങ്ങൾ ഇവരുടെ മൊത്തം കാണത്തില്ലെന്ന് എനിക്കറിയാം, സഹിക്കാൻ പാടായിച്ചിരി. എന്തായാലും നമുക്ക് ഇതൊന്ന് കാണാം. ഈ സീസണിലാണ് ബിഗ് ബോസിനെ അനുസരിക്കാത്ത, ലാലാട്ടനെ അനുസരിക്കാത്ത കാച്ചറ ടീമുകളുള്ളത്. ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി എന്ത് ചന്തത്തരവും വിളിച്ചു പറയാൻ തയ്യാറല്ലായിരുന്നു ഞാൻ. അത് ശാരിക കെ വി നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്യും. ഞാനൊരു ഗെയിമറാണ്. ഹീസ് എ പക്ക ഗെയിമർ. അവനൊരു ഗെയിമറാണ്. ഏറ്റവും രുചികരമായ ഭക്ഷണം അവിടുത്തെ കണ്ടസ്റ്റൻസ്, ഞാൻ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുവിന്റെ ഭക്ഷണമാണ്. അനു എല്ലാവർക്കും കൊടുത്തിട്ട് ഇനിയും മിച്ചം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു തരും. എന്നിട്ട് ലാസ്റ്റ് ആണ് അനു മറ്റേ ചരുവത്തിലതിട്ട് കഴിച്ച ഒരു അനുവിനെയാണ് ഞാൻ 21 ദിവസം അവിടെ കണ്ടിരുന്നത്. ഷാനവാസ് അത്ര നല്ലവനൊന്നുമല്ല, ഈ പറയുന്ന ആദില നൂർ അത്ര നല്ലതൊന്നുമല്ല. ആദില നൂറുടെ കമ്മ്യൂണിറ്റിയെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ ലക്ഷ്മി എന്തെല്ലാം പറഞ്ഞു നാട്ടുകാർ. എനിക്കൊരു പേഴ്സണൽ അനുഭവം അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് ചാനലിൽ പറയാൻ പറ്റത്തില്ല, അത് അവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഞാനത് ചാനലിൽ ചേച്ചിക്ക് പറയാൻ പറ്റത്തില്ലേ? അതെന്തായിരുന്നു ചേച്ചി, എന്തായിരുന്നു അവർ നിങ്ങളോട് ചെയ്ത്? എനിക്കറിയാൻ പാടില്ല കേട്ടോ, നിങ്ങൾ തന്നെ അത് പറയണം. ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ട്, അത് നമുക്ക് പറയാം. അതായത് ഈ ചേച്ചി അനുമോളെ സൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞത്. ഇനി അതാണോ ഇവർ പറയാൻ പറ്റത്തില്ല, ചേച്ചി ഞങ്ങൾ കണ്ടതാ. ഇനി വേറെന്തെങ്കിലും ഞങ്ങൾ കാണാത്തത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു അലിഗേഷൻ അവർക്കെതിരെ കൊടുക്കുക. അതപ്പോൾ നിങ്ങൾ പറയണം, മനസ്സിലായില്ലേ? അല്ലാതെ ഇങ്ങനെ പറഞ്ഞില്ല ആ ഒരു പരിപാടി അത്ര നല്ലതല്ല. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യം ഇപ്പം നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടല്ലോ, അനുമോൾ ഏറ്റവും നല്ലൊരു കുട്ടി, 21 ദിവസം ചേച്ചി കണ്ടത് മൊത്തം അനുമോൾ എല്ലാവർക്കും ഫുഡ് വാരി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ചേച്ചി ഇപ്പം പറയുന്നത്. ചേച്ചി പിന്നെ പറയുന്നതെന്ന് ഞാൻ കേൾപ്പിക്കാം. പിന്നെ ഷാനവാസ് മോശക്കാരൻ, ആദില നൂറ മോശക്കാരികൾ, എല്ലാവരും ആരും കൊള്ളത്തില്ല, എല്ലാവരും അഴുക്കുകൾ, ചേച്ചി മാത്രം സൂപ്പർ, ചേച്ചി ദ ബെസ്റ്റ് ഗെയിമർ ആയിരുന്നു. പിന്നെന്തായിരുന്നു പറഞ്ഞത്? ക്യാമറ പേസിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാണെന്ന്. ഹോട്ട് സീറ്റ് സാറിക, അതിനകത്ത് കയറി കഴിഞ്ഞിട്ടും കാണിച്ചുകൊണ്ടിരുന്ന പരിപാടിയാണ് ഹോട്ട് സീറ്റ് സാറിക. എന്ത് കാര്യത്തിന്? ഹോട്ട് സീറ്റ് സാറിക കളിക്കാൻ പോയത് കൊണ്ടാണ് വോട്ട് കിട്ടാതെ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. അത് ഇനിയെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? അതൊക്കെ നിങ്ങളൊരു മാങ്ങാണ്ടി അതിനകത്ത് കാണിച്ചിട്ടില്ല, ഞങ്ങളാരും ഒന്നും കണ്ടിട്ടില്ല. വെറുപ്പീരായിരുന്നു കയറി ചെന്നപ്പോൾ തൊട്ട്. സത്യമായിട്ടും നിങ്ങളുടെ കൂട്ടുകാരി രേണു, അവരെ അക്കാര്യത്തിൽ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് നെഗറ്റീവായിട്ട് പോയി തിരിച്ച് പോസിറ്റീവായിട്ട് ഇറങ്ങി വന്നു. നിങ്ങൾ എന്തുവാ കാണിച്ചോണ്ടിരുന്നത്? അന്നും ഇന്നും എപ്പോഴും നെഗറ്റീവ് മാത്രം. നിങ്ങൾക്ക് നമ്മളെക്കാട്ടിലൊക്കെ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാളാണ് നിങ്ങൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊക്കെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇവർ പല ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട്, അങ്ങനെയുള്ള നിങ്ങൾ ഇങ്ങനെ ഒരു ഷോയിൽ പോയി വന്നിട്ട്, ചേച്ചി എൻ്റെ ഒരു സംശയമാണിത്, ഞാൻ താണ് കേണ് നിങ്ങളോട് അപേക്ഷിക്കുകയൊന്നുമല്ല, എൻ്റെ ഒരു സംശയം ചോദിക്കുക, വേറെ ഒന്നുമല്ല. ഇത്രയും നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളെന്തോ ഒരു സെലിബ്രിറ്റിയാണ്. ഇവർ വേറെ ഞാൻ കാണിച്ചു തന്നതൊക്കെ ഇവർ സെലിബ്രിറ്റി ആണെന്നാണ് ഇവർ തന്നെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി, ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ, ബിഗ് ബോസിൽ പോയ ഒരാൾ, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തി നിങ്ങളെ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. എന്നിട്ടും എന്താണ് ചേച്ചി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ വ്യൂസ് പെടും, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും എന്താ വരാത്തത് നിങ്ങളുടെ ചാനലിൽ? എൻ്റെ ഒരു സംശയമാണ്. നിങ്ങളെ കളിയാക്കിയതൊന്നുമല്ല ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതെന്തുകൊണ്ടായിരിക്കും ആളുകൾ നിങ്ങളുടെയിലോട്ട് ഇടിച്ചു കയറി വരാത്തത്? RJ ബിൻസി അവർ പോലും ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും കണ്ടാന്ന് തോന്നുന്നു ചാനലൊക്കെ വീഡിയോ ഇട്ട് അവർ മുന്നോട്ട് വരാൻ തുടങ്ങിയത്. ഒരു 3 മാസം കൊണ്ട് അവർ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാൻ പോവുക. നിങ്ങൾ എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് എന്താ അതുപോലൊരു തള്ളിക്കയറ്റം കിട്ടാത്തത്? എപ്പോഴെങ്കിലും നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു നിമിഷം നിങ്ങളത് ചിന്തിക്കാൻ, ഒരു നിമിഷം മാത്രം നിങ്ങളൊന്ന് മാറ്റി വെക്കണം. നിങ്ങൾ അതുപോലെ ജനങ്ങളെ വെറുപ്പിക്കുന്നുണ്ട്. പ്രിയങ്കരിയായ ശാരിക KP, അത് നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും കിട്ടാൻ ഇല്ല. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ.
നമ്മളെക്കാട്ടിലൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അറിവ് കാണും നമ്മളെക്കാട്ടിലൊക്കെ നന്നായിട്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളൊക്കെ വന്നതിന് ശേഷം വന്ന ഒരു ചാനലും കൊണ്ടൊക്കെ ഞാനൊക്കെ അഹങ്കാരമൊന്നുമല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും നമ്മളെ കൊണ്ടൊക്കെ ഒന്ന് എത്താൻ പറ്റി, കുറച്ചെങ്കിലും, വലുതായിട്ടൊന്നും നമ്മളൊന്നും ആയിട്ടില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വരാൻ പറ്റിയിടേ. നിങ്ങളുടെ സൈഡിൽ നമ്മൾ അതൊന്നും കാണുന്നില്ല ചേച്ചി. 2 ചാനലും കണ്ടുണ്ട് ഇപ്പൊ ഇവർക്ക്, 2 ചാനലും കൂടെ ചേർത്തിട്ട് പോലും ഒന്നും അങ്ങോട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്? നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം ഞാനാണ് ദ ഓൾ ഇൻ ഓൾ ലേഡി. ആ സാധനം തലേന്നെടുത്ത് കള, ആ അഹങ്കാരം എടുത്ത് നിങ്ങളുടെ തലേന്നെടുത്ത് കള. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു പുച്ഛമായിരിക്കും നിങ്ങളോട്, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അടുത്ത ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടുപോകും പ്രിയപ്പെട്ടവരെ. അനുമോളെ മനസ്സിലാക്കാനേ പറ്റില്ല. അനുമോള് ഒരു എന്താ പറയാ, ജീവിക്കുന്നതും നടക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം ഒരു അഭിനേത്രിയായിട്ടാണെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഞാൻ ആദ്യമേ അനുമോളുമായിട്ട് അകലം പാലിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അനുമോളുടെ ജീവിതകഥയൊക്കെ അനുമോൾ എന്നോട് വന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ ടാർഗറ്റ് ചെയ്തപ്പോൾ അനുമോൾ പറഞ്ഞു, ചേച്ചി എന്തിനാണ് എൻ്റെ ചേച്ചി ടാർഗറ്റ് ചെയ്യുന്നത്? ഞാൻ ചേച്ചിക്ക് ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ല, എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. കാരണം ഞാൻ അഭിനയിച്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്കിവിടെ തീരെ പിടിക്കത്തില്ലല്ലോ. നമ്മൾ ഫേക്ക് ആവാൻ എത്ര നേരം നമുക്ക് പറ്റും? അതിന് ഞാൻ അനുമോൾ ഒരു പക്ഷെ അതായിരിക്കും ഒരു ജയിക്കാൻ കാര്യം. 100 days ഫേക്ക് കളിച്ച് അഭിനയിക്കാനുള്ള അവരുടെ വിൽ പവർ, അതിന് ചിലപ്പോൾ കൊടുത്ത കപ്പായിരിക്കും ഏഷ്യനെറ്റ്. കേട്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ എന്താ അവര് പറഞ്ഞത്? അയ്യോ അനുമോള് അത്രയും ദിവസം 21 ദിവസം ഞാൻ കണ്ടു, എന്ത് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാവർക്കും കോരിക്കൊടുക്കുന്നു, അവസാനമാണ് ആ കുട്ടിയെടുത്ത് കഴിച്ചിരുന്നത്. അതൊക്കെ പറഞ്ഞ അവര് അടുത്ത ഇന്റർവ്യൂലും കണ്ട ഈ വർത്താനം പറയുന്നത്. കേട്ടല്ലോ നിങ്ങൾ? ഇതിനകത്തുനിന്ന് ഇവര് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പ്രിയങ്കരിയായിട്ടുള്ള സാരിക ചേച്ചി, നിങ്ങളുടെ ഇന്റർവ്യൂ എല്ലാം ഒന്നും കാണണ്ട, ഇതുപോലുള്ള പാർട്സ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്നുള്ളത്. പിടികിട്ടിയോ? പിന്നെ നിങ്ങൾ ജെനുവിൻ ആയിരിക്കും, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, നിങ്ങൾ ജെനുവിൻ ആയിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഗെയിം ഷോയിലോട്ടൊക്കെ പോകുമ്പോൾ ആ ജെനുവിറ്റി പുഴുങ്ങി തള്ളി വായിക്കാത്തോട്ട് വെച്ചോണ്ട് പോയിക്കിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ കണക്ക് അനുമോൾ അഭിനയിച്ച് നിന്നതായിരിക്കാം. ഇവിടെ ചില സാഹചര്യങ്ങളിൽ അഭിനയിച്ച് നിന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഗെയിം ഷോയിൽ പോയി കപ്പം കൊണ്ട് വരണമെങ്കിൽ അഭിനയിച്ച് നിന്നേ പറ്റത്തുള്ളായിരിക്കും. ആ കൊച്ചത് ചെയ്തു, നിങ്ങൾക്കത് പറ്റിയില്ല, നിങ്ങളുടെ തോൽവിയല്ലേ അത്. അതിന് അവളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായോ? നിലപാടിന്റെ രാജകുമാരി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നിലപാടാണോ ഈ വീഡിയോയിൽ? ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ, ബാക്കി നമുക്ക് കാണാം. ഇനിയുണ്ട്, നല്ല രസവ. ആദില പറയുകയാണ്, ഞാൻ അനുമോളെ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അനുമോളെ ഞാൻ ശ്രദ്ധിച്ചിട്ട് കൂടിയില്ലാത്ത ഒരാളാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരാളല്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാനത് എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞതിൽ ഒരു മടിയില്ലാത്ത ഒരാളാണ്. ഒരു ഫാമിലി ആയിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്കൊരു മോളുണ്ട്. പക്ഷെ ഒരു ഗെയിമിന് വേണ്ടി ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെ പൊളിക്കാനായിട്ടാണ് ഈ റേഞ്ച് ചെന്നത് ആക്ച്വലി. എങ്കിലും അകത്ത് വെച്ച് പൊളിക്കട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അകത്ത് കയറിക്കുമ്പോൾ നമ്മുടെ സകല കൺട്രോളും പോകും, ഇങ്ങനെ അനിസ്പ്രേ ആയിട്ട് പോകും. ഗെയിമിന് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടോ പറയാണ് ഞാൻ അനുവിനെ ട്യൂൺ ചെയ്യാം. എന്തർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്? എന്ത് കാണിച്ചു? ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ എനിക്ക് ഏതെങ്കിലും ഒരു കട്ട്സ് എടുത്ത് അയക്കാൻ ഞാൻ മുദ്ര കുത്താനുള്ള ശ്രമം നടത്തി അവിടെ. ഞാൻ പറഞ്ഞു, നിനക്കൊക്കെ തോന്നി, നിനക്ക് കുടുംബത്തിൽ പോയി പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. ഐഡന്റിറ്റി വ്യക്തിത്വം വേണോടി, വ്യക്തിത്വം എന്ന് പറഞ്ഞവർക്ക് കൊടുത്തു. അല്ല, ശാരിക ഈ പറഞ്ഞ കാര്യം, ഇതിന് ഞാൻ ശാരികയുടെ കൂടെ നിൽക്കും. ആ വർത്താനം ആദില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലൊരു പരിപാടിയല്ല, മനസ്സിലായില്ല? അത് നല്ല കാര്യമല്ല. നമ്മൾ നല്ലതും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റൊന്നും പറയണമല്ലോ. ആദില ആ പറഞ്ഞതിനോട് നമ്മൾ യോജിക്കുന്നില്ല. ശാരികേനെ അങ്ങനെ ഒരു വേറൊരു ലെസ്ബിയൻ ടൈപ്പിലേക്ക് തള്ളിവിടാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ശാരിക ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് അനുമോളെ ട്യൂൺ ചെയ്യാൻ നോക്കിയതൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു പരിപാടി ശാരിക ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ആ ഒരു പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. ആ സാധനം അതൊന്നും അത്ര നല്ലൊരു കാര്യമല്ല. കഴിഞ്ഞൊരു ക്ലിപ്പ് ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ല, അതിനകത്ത് ഈ ആദില നൂറെ പറ്റി എന്തോ വൃത്തികെട്ട മോശം പരിപാടി ഇവരോട് ചെയ്തെന്ന് പറയുന്നത് ഈ കേസാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ അത് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. ഇനി അതിനെ പറ്റിയിട്ടാണോ അവർ ആ മറ്റേ ഇന്റർവ്യൂ പറഞ്ഞതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ആയിരിക്കും. അതല്ലാതെ വേറെ ഇനി ഇവരോട് എന്നാ കാണിക്കാനാ എനിക്ക് അറിയാൻ പാടില്ല. അറിയാത്തതിനെ പറ്റി ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. നമുക്ക് അടുത്ത ക്ലിപ്പ് കാണാം. യാതൊരു വിരോധമില്ല, പക്ഷേ ചേച്ചി ഈ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ഇഷ്ടമല്ലേ, എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ മറുപടി പറയുന്നത്, എന്റെ ഇഷ്ടത്തിനാണ് മറുപടി പറയുന്നത്. അതിനെങ്ങനെ മുടയാകുന്ന? അല്ലേലും അങ്ങനെയാണോ സമൂഹത്തിന് നയം പറയുന്ന നിലപാട് വ്യക്തമാക്കുന്ന എല്ലാവരും മുടകളാണ്. എനിക്ക് ഇമേജ് കോൺഷ്യസ് അല്ല ഞാൻ ഇപ്പോഴും. ഞാൻ റിയാലിറ്റി ബൈ ശാരിക ചെയ്യുന്നു വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പാവമായിട്ടിരുന്നു, അയ്യോ ഞാനൊരു ചാനലുണ്ട്, നിങ്ങളെല്ലാവരോടും എന്നോട് ഇങ്ങനെ മിണ്ടണേ, ഞാൻ ഇങ്ങനെ മിണ്ടത്തുള്ളൂ എന്ന് പറയത്തില്ല. ശാരികയുടെ ഐഡന്റിറ്റി ഇതാണ്. ശാരി ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. കണ്ണൂരിട്ടും ഇതാണ്, ദിസ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ്. ആരോടാ എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ശാരിക തന്നെയാ. സെലിബ്രിറ്റി എന്താ എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അംഗീകരിക്കാൻ പറ്റുന്നത്? എന്തിനാണ് ഈ കട്ടപ്പള്ളായിട്ട് ഇവനെ കൊണ്ടുവന്നതിന്? ഇറങ്ങി പോണ എന്റെ ചാനലിൽ നിന്ന്. ഇതിനോടൊക്കെ സംസാരിക്കുന്നതിന് വേറെന്തെങ്കിലും പരിപാടിക്കാൻ പോകുന്ന ഇറങ്ങിപ്പോടാ എന്റെ ചാനലിൽ നിന്നോ? അല്ല, അതെനിക്ക് മനസ്സിലായില്ല. വേറെ ഏതൊരു ചാനലിൽ ഇന്റർവ്യൂവിന് പോയതല്ലേ? ആ ചാനലും ചേച്ചിയുടെ സ്വന്തമാക്കിയോ ചേച്ചി?
അല്ല എന്തൊക്കെയാ പറയുന്നത്, ഇറങ്ങി പോടാ എൻ്റെ ചാനലിൽ നിന്ന്. ഏതോ ഒരു ആങ്കർ, ആ പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് ഏതൊക്കെയോ ഇന്റർവ്യൂ ഇങ്ങനെ ചെയ്യുന്നത്. അവൻ വേറെ ഏതോ ചാനലിന് വേണ്ടി ഇരുന്ന് വർക്ക് ചെയ്യുവാന്ന് തോന്നുന്നു. അവൻ്റെ അടുക്ക പറയാം എൻ്റെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന്. പിന്നെ ഞാൻ സെലിബ്രിറ്റിയാടാ, എന്നെ സെലിബ്രിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യടാ ജനങ്ങളെ, ഞാൻ സെലിബ്രിറ്റി. നാണമുണ്ടോ ശാരിക KB? നിങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരിക്കുവാണോ നിങ്ങൾ സെലിബ്രിറ്റി ആണെന്ന്? എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളൊരു സെലിബ്രിറ്റി ആണെന്ന് തോന്നും കേട്ടോ. സീരിയസ്ലി ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല നിങ്ങളൊരു സെലിബ്രിറ്റി ആണെന്നൊന്നും. നിങ്ങളൊരു ഷോയ്ക്ക് പോയി ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ആ ഷോയിൽ പോയ എല്ലാവരും അങ്ങ് സെലിബ്രിറ്റി ആയി മാറുമോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ സെലിബ്രിറ്റി ആയിരിക്കും. പക്ഷേ എൻ്റെ പൊന്നി ചേച്ചി റോട്ടി വെച്ച് കണ്ടാൽ പോലും നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ നമ്മളൊന്നും വരത്തില്ല, താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു താല്പര്യമില്ല. പിന്നെ എന്താണ് മറ്റേ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് നിങ്ങൾ. എല്ലാ ഇൻ്റർവ്യൂ ഒന്നും എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവും. പലയിടത്തും ചേച്ചി ചിലപ്പോൾ അറിയാതെ വായി നിന്ന് വീണ് പോകുന്നതായിരിക്കും, പക്ഷെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് ചേച്ചി, മനസ്സിലായില്ലേ? പിന്നെ മറ്റേ സരോജ് കുമാർ ചെയ്യുന്നത് പോലെ ഞാൻ സെലിബ്രിറ്റിയാടാ, ഞാൻ സിനിമ നടന്നാടാ, എന്നെ എല്ലാവരും ബഹുമാനിക്കടാ. നാണമുണ്ടോ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. സെലിബ്രിറ്റി ആണെന്ന് സ്വന്തം ഇങ്ങനെ വീരവാദം മുഴക്കി നടക്കല്ലേ? അത് ജനങ്ങൾക്ക് തോന്നണം കണ്ടിട്ട്, ഓക്കെ അവരൊരു സെലിബ്രിറ്റിയാണ്, പോയി ഒരു ഫോട്ടോ എടുത്തേക്കാം എന്ന് കാണുന്നവർക്ക് തോന്നണം. അല്ലാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിടുവായിത്തരം എന്നേ പറയാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? അല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് നിങ്ങളുടെ വായിന്ന് ആ ഒരു സെലിബ്രിറ്റി സാധനം വീണപ്പോഴേ തീർന്നു, നിങ്ങൾ പിടികിട്ടിയോ? ഈ ഒരു അഹങ്കാരം കൊണ്ടായിരിക്കും ചേച്ചി. ബാക്കി ഞാൻ പറയുന്നില്ല. നമുക്ക് അടുത്തൊരു ക്ലിപ്പ്. ഈ ഒരു ചേട്ടൻ ഈ സാരിക KBയുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, മറ്റേ സാത്താൻ സേവയെ പറ്റിയോ മറ്റേ പ്ലാച്ചി മറ്റേ എന്തോ കൂടോത്രമാണെന്നൊക്കെ പറഞ്ഞൊരു ചേട്ടൻ. ആ ചേട്ടൻ വേറൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പോർഷനും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ, ഒന്ന് കണ്ടോ. ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവ, അനുമോളുടെ പാവ, അതൊരു സാധാരണ പാവയല്ല, ഇതുപോലെ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പാവയാണെന്നല്ലോ പറഞ്ഞു വരുന്നത്. ബ്ലാക്ക് മാജിക് ഇതിപ്പോ കൂടോത്രത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഞാൻ കൂടോത്രത്തിന് മാത്രമാണ് അവളുടെ കയ്യിരിക്കുന്നത്, ബ്ലാക്ക് മാജിക്കില് തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു പറയുന്നത്. ഉപയോഗിക്കുന്ന പാവയാണ് സെയിം ഇതില് വരുന്നതാണ്. അതിന്റെ ചുണ്ടിലൊക്കെ നമുക്കറിയാൻ പറ്റും, മുഖത്തിന്റെ ഓരോ കട്ടിങ്ങിലും. എന്തുകൊണ്ട് അത് വലിച്ചു ദൂരായിട്ടെറിഞ്ഞ് തിരിച്ചു കൊടുത്ത്? സുണ്ട് നോക്കിയിട്ടാണോ ചേട്ടാ കൂടോത്രമാണോ അല്ലയോ എന്നൊക്കെ പറയുന്നത്? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. കൂടോത്രം എന്ന് പറയുന്ന സാധനം അത് എങ്ങനെ വേണമെങ്കിലും ചെയ്തുകൂടെ? അതല്ലെങ്കിൽ ഒരു പാവയിൽ മാത്രം, ഒരു കൈൻഡ് ഓഫ് ഷേപ്പുള്ള പാവയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? എനിക്കറിയാൻ പാടില്ല. പല ടൈപ്പ് ഓഫ് കൂടോത്രങ്ങളില്ലേ? നമ്മളിവിടെ കൂടോത്രത്തിന്റെ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. അല്ല ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് നല്ല ഒന്നാന്തരം കമന്റ് ബോക്സാ. ചേട്ടനാണോ കൂടോത്രക്കാരെന്ന് വരെ ചോദിച്ച ടീമുകളുണ്ട് അതിനകത്ത്. അല്ല എനിക്കും ഒരു സംശയം, ചേട്ടൻ ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ലുക്കിടെ പേടിപ്പെടുത്തുന്ന ഒരു ലുക്ക്. എൻ്റെ ചേട്ടാ നമുക്കറിയാൻ പാടില്ല കൂടോത്രം ഉണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. ഇത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഫിനാലേക്ക് മുമ്പുള്ള വീഡിയോ ക്ലിപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കുത്തിപ്പൊങ്ങി ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പഴയ ക്ലിപ്പുകളൊക്കെ കുത്തിപ്പൊങ്ങി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. കുറേയൊക്കെ നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പം എന്താണെങ്കിലും ഇറങ്ങിയ കണ്ടസ്റ്റൻസ് എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒതുങ്ങുന്നതാണ് നല്ലത്. പിന്നെ ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ നമ്മുടെ അനുമോളെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ അവരുടെ ഈ ബൈറ്റ് പോയി എടുക്കുമല്ലോ. ആ സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കാണുമ്പോൾ അവർ കയറി വേറെ ഏതെങ്കിലും ഇന്റർവ്യൂ പോയിരുന്ന് കഥ പറയും. അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ആ പരിപാടിയൊക്കെ നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വീണ്ടും ചീഞ്ഞ് ഞാറുവന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം അനുമോളെ കപ്പം കൊണ്ട് പോയി. അത് മനസ്സിലാക്കുക. ഈ കയറി ഒരു സ്പേസ് കിട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞു. ഇനി അവർക്ക് ആകെ ഉള്ളത് കുറച്ച് നാൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു ഫ്യൂ വീക്സ്, ചിലപ്പോൾ അടുത്തൊരാഴ്ചയും കൂടെ ഈ ഇന്റർവ്യൂകൾ കിട്ടി കയറിയിരുന്ന് കഥ പറഞ്ഞു പോകാമല്ലോ. കുറച്ചും കൂടെ ഒരു ആൾക്കാരിലേക്ക് എത്തും. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസ് ആരെങ്കിലും ഒക്കെ കാണും, നമ്മുടെ RJ ബിൻസിയെ പോലുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിർത്തുക. നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യണമെന്നില്ല. പരിപാടി ഇവിടെ തീരും. നമ്മൾ അടുത്ത കണ്ടന്റ് നോക്കി പോകും. ഈ പരിപാടി അവിടെ തീരും. സീരിയസ്ലി തീരട്ടെ. ഞാനും തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്തടുത്ത പുതിയ കണ്ടന്റ് വരട്ടെ. അല്ലാതെ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെറിവാരി എറിഞ്ഞ് എന്ത് കാര്യത്തിന്? ഞാനീ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലും കണ്ടന്റുകൾ സോഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതുമായിട്ട് വരാം. ഇല്ലെങ്കിൽ ഈ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി വരുവാണെങ്കിൽ വരാടേ നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.